നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ UDF ബഹുദൂരം മുന്നിലെന്ന് ആര്യാടൻ ഷൗക്കത്ത് 24-നോട്. തെരഞ്ഞെടുപ്പുകളിൽ പിതാവിനെ വിജയിപ്പിച്ചവർ തന്റെ വിജയം ആഗ്രഹിക്കുന്നു. മണ്ഡലത്തിന് നാഥനില്ലാത്ത അവസ്ഥ മാറണമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം അങ്ങനെ കൊഴുക്കുകയാണ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് 24-നൊപ്പം ചേരുന്നത്. അതായത് നമ്മൾ അതിവേഗം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് ഇറങ്ങുന്നു. ഏറ്റവും കൂടുതൽ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ഔദ്യോഗികമായിട്ടുള്ള കൺവെൻഷനുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ബഹുദൂരം മുന്നിലാണ് നമ്മൾ, വളരെ മുന്നിലാണ്. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ തന്നെ ഞങ്ങൾ വളരെ മുന്നോട്ട് പോയിരുന്നു. സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടി. എല്ലാവരെയും പരമാവധി ആളുകളെ, എൻ്റെ പിതാവിൻ്റെ സുഹൃത്തുക്കളെ, ഗുരുക്കന്മാരെ, അതേപോലെ തന്നെ അവിടെയുള്ള നേതാക്കന്മാരെ ഒക്കെ എല്ലാവരെയും നേരിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. നാളെ മുതൽ പര്യടന പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇപ്പം നമ്മളിവിടെ രാവിലെ മുതൽ വരുമ്പം കാണുവാണ്. ഇപ്പം താങ്കളും സൂചിപ്പിച്ചു വാപ്പയുടെ സുഹൃത്തുക്കളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം നമ്മളെ കൂടെ നിൽക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല പ്രായം ചേർന്നിട്ടുള്ള ആൾക്കാരാണ്. സാധാരണ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലൊക്കെ യുവാക്കളുടെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടാവും. പക്ഷേ ഇവിടെ അതിരാവിലെ തന്നെ ഇത്തരം പ്രായം ചെന്ന ആളുകളും സ്ത്രീകളും ഒക്കെ വീട്ടിൽ കാത്തു നിൽക്കുകയാണ്. അപ്പം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം വാപ്പയുടെ സുഹൃത്തുക്കൾ കൂടി ഗോതയിലേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ അത് അവരുടെയും കൂടി ഒരു ആവശ്യമാണോ? 100%. ഇപ്പോൾ ഇതൊക്കെ കോപ്പറേറ്റീവ് ജോലിയിൽ നിന്ന് വിരമിച്ച പെൻഷൻകാരാണ്. ഈ ദീർഘകാലം 10-58 വയസ്സ് വരെ ജോലി ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന പെൻഷൻ എത്ര നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. 3500, 4000, പരമാവധി കിട്ടുന്നത് ഒരു 10, 75, 1 ലക്ഷം രൂപ വരെ ഒക്കെ ശമ്പളം വാങ്ങിയിരുന്ന ആളുകൾക്ക് അവർക്ക് ലഭിക്കുന്ന പെൻഷൻ ഇന്ന് 10,000, പരമാവധി 11,000 അല്ലെങ്കിൽ 5,000 ഈ രൂപത്തിലാണ്. എങ്ങനെ ഒരു മനുഷ്യൻ മുന്നോട്ട് പോവുക? അതായത് ഇപ്പം സാധാരണ LDFും UDFും BJP തമ്മിലാണ് മത്സരം. BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനം കുറച്ച് വൈകി. ഇത്തവണ മുൻ MLA കൂടി മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ട്. അപ്പം 4 പേരുടെ ഒരു മത്സരമാണ്. അപ്പം എങ്ങനെയാണ് എതിർ സ്ഥാനാർത്ഥികളെ നോക്കിക്കാണുന്നത്? അൻവറിൻ്റെ സാന്നിധ്യം അത് ഏത് രീതിയിലായിരിക്കും മണ്ഡലത്തിൽ പ്രതിഫലിക്കുക? അല്ല, സാധാരണ ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും 4 പേരൊന്നുമല്ല, അല്ലാതെ ഉണ്ടാവുമല്ലോ കുറേ സ്ഥാനാർത്ഥികൾ. ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ കുറച്ച് കൂടും സാധാരണ സ്ഥാനാർത്ഥി, അത്രേ വ്യത്യാസമുള്ളൂ. മറ്റാളുകളെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു രീതിയിലും വിലയിരുത്തുന്നില്ല. അല്ല, അതൊക്കെ ഞാൻ പറയട്ടെ, സ്ഥാനാർത്ഥിയാവണമെങ്കിൽ ആദ്യം നോമിനേഷൻ കൊടുക്കണം. നോമിനേഷൻ ബാക്കിയുള്ള സമയമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിയട്ടെ. അതിനെക്കുറിച്ച് നമുക്ക് സ്ഥാനാർത്ഥി ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് തീരുമാനിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം. പിതാവിനെ വിജയിപ്പിച്ച നിയമസഭയിലേക്ക് അയച്ച സുഹൃത്തുക്കൾ പോലും ഇപ്പോൾ തനിക്ക് വേണ്ടി വീണ്ടും ഈ മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ്, തനിക്ക് വോട്ട് പിടിക്കാനായിട്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ വീട്ടിന് മുന്നിൽ നിന്നും ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 നിലമ്പൂർ.